ഈ വെക്കേഷൻ്റെയും തീരാറായപ്പോൾ എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? വേറൊന്നുമല്ല, കന്യാകുമാരിയിലേക്ക്. വളരെ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കന്യാകുമാരിക്ക് പോകണമെന്നുള്ളത്. പലതവണ പോകാൻ തീരുമാനിച്ചെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കന്യാകുമാരി ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് 9:15 ട്രെയിൻ, പക്ഷെ വന്നത് 10 മണിയായി. ഞങ്ങൾ ട്രെയിനിൽ കയറി. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര ഇങ്ങനെ ആരംഭിച്ചു. കന്യാകുമാരി എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ റിസർവേഷനൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 കമ്പാർട്ട്മെൻറ്റിലായിട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ തൽക്കാലം ഒന്നിച്ചിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം TTR വന്നു, ചെക്കിങ് എല്ലാം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് ഇരുന്നത്. കാരണം തിരുവനന്തപുരമൊക്കെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം വണ്ടി കാലിയായെന്ന് തന്നെ പറയാം. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തോ ഭാഗ്യം. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിൻ ഇങ്ങനെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ടെൻഷൻ കൂടി. ദൈവമേ, മഴയെങ്ങാനും പെയ്യുമോ, യാത്ര കുളമാകുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്താൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്പൂര് ട്രെയിനിൽ നിന്ന് ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. രുദ്രൻ എന്നായിരുന്നു പേര്. ഭയങ്കര ആക്റ്റീവായിട്ടൊരു കുഞ്ഞനായിരുന്നു. അങ്ങനെ അമ്പുന് കൂട്ടുകാരന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനെ ഇറങ്ങാൻ ടൈമായി. അവൻ ടാറ്റയൊക്കെ തന്ന് അവൻ്റെ യാത്ര ബാക്കി ആരംഭിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ യാത്രയും ആരംഭിച്ചു. അങ്ങനെ ട്രെയിൻ നമ്മുടെ കന്യാകുമാരി ലക്ഷ്യം വെച്ച് വളരെ വേഗത്തിൽ പോയി. ഏകദേശം 3 മണിക്കാണ് ശരിക്കും കന്യാകുമാരി ഈ ട്രെയിൻ ചെല്ലേണ്ടത്. പക്ഷെ അന്ന് ചെന്നത് 3:20ഓളമായി. ചെന്നിറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഇങ്ങനെ മഴക്കാറിൻ്റെ ആ ഒരു ടെൻഷൻ എല്ലാം മാറി വെയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ യാത്ര ഏറ്റവും ഭംഗിയാക്കുക എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് പോയി. പുറത്ത് ധാരാളം ഓട്ടോ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വന്നുകൊണ്ട് എങ്ങനെ ചാർജോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിമാനത്താവളം അടുത്താണോ എന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും പുറത്തേക്ക് എത്തി. ഓട്ടോ ഞങ്ങൾ അവരിൽ നിന്നും ഓട്ടം എടുത്തില്ല. കാരണം അവർ പല റേറ്റുകളാണ് മേടിച്ചത്. കാരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷന് കുറച്ച് പുറത്തേക്ക് നടന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ ഓട്ടോ പിടിച്ചത്. അങ്ങനെ 100 രൂപയായിരുന്നു ഞങ്ങൾക്ക് അവർ പറഞ്ഞിരുന്നത്. 100 രൂപയുടെ ഒന്നും ഓട്ടം ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. പക്ഷേ 100 രൂപയായിരുന്നു റൂമിനവിടെ വരെ. അങ്ങനെ റൂം ഞങ്ങൾ ഓട്ടോക്കാരോട് തന്നെ പറഞ്ഞു, അഫോർഡബിൾ റേറ്റിന് പറ്റിയ റൂം നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ കൊണ്ടൊരു 3 സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് നിർത്തിയത്. പക്ഷേ റൂം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 1200 രൂപയായിരുന്നു നോൺ AC ക്ക്. AC ക്ക് 1700 ആയിരുന്നു. ഞങ്ങൾ എന്തായാലും റൂമിന് തൊട്ട് പുറകിൽ നിന്ന് തന്നെ വിമാനത്താവളമൊക്കെ കാണാമായിരുന്നു. അത്യാവശ്യം നല്ല നീറ്റ്നെസ് ഉള്ള റൂമായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ റെഡി ആകാൻ തീരുമാനിച്ചു. കാരണം വൈകുന്നേരം തന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് വിമാനത്താവളമെല്ലാം കയറി കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് ഒക്കെ നമുക്ക് അവിടെ അത്യാവശ്യം ബാക്കി കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 മണിയായപ്പോഴത്തന്നെ റെഡിയായി. ഞങ്ങൾ വിമാനത്താവളത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പം വെയിലൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങി. എന്നാലും വെയിലുണ്ടായിരുന്നു, ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ വിമാനത്താവളത്തേക്ക് പോകാനുള്ള ക്യൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയായിരുന്നു അവിടുന്ന് എൻട്രി ഫീസ്. അങ്ങനെ ഞങ്ങൾ ക്യൂവിലേക്ക് കടന്നു. അമ്പുവിൻ്റെ പോക്കും ഭാവം കണ്ട അവന് ഈ സ്ഥലം മുൻപേ അറിയാം, ഞാനിവിടെ മുമ്പ് വന്നിട്ടുള്ളതെന്നുള്ള രീതിയിലാണ് അവൻ്റെ പോക്ക്. അവനത് ക്യൂ ഒക്കെ കൃത്യം പാലിച്ചാണ് പോയത്. എന്നാൽ ഇടയ്ക്ക് അവൻ മലയാളിയുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു. പക്ഷെ അവൻ കൃത്യമായിട്ട് അവനവൻ്റെ സംയമനം പാലിച്ച് ക്യൂവിലേക്ക് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ക്യൂ മുമ്പോട്ട് പതുക്കെ ഒത്തിരി നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കൂടിപ്പോയ ഒരു 15-20 മിനിറ്റ് മാക്സിമം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് 2-3 ബോട്ട് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ക്യൂ ഒക്കെ ഞാൻ നിന്നിട്ടുണ്ട്. സെക്കൻഡ് ടൈം വന്നപ്പോൾ കയറാൻ സാധിച്ചില്ല, ഭയങ്കര ക്യൂ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ബോട്ട് സർവീസിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. കാരണം വെക്കേഷൻ ടൈം കൂടാണ്. അതുമല്ല ഈ സഞ്ചാരികളുടെ എണ്ണത്തിൽ നല്ല വർധനവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോട്ട് സർവീസൊക്കെ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ ദൂരെ വിമാനത്താവളമൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തി ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ അതിനായിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ക്യൂ ഇങ്ങനെ പതുക്കെയാണ് നീങ്ങി. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എൻഡ് പോർഷനിലെത്തി. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഓരോ ആൾക്കാർ വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്ത് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബോട്ടൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറി. അമ്പുവിന് പേടി ഉണ്ടാകുമെന്ന് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവന് പേടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള ബോട്ടിൽ അതിനകത്ത് തന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അതെല്ലാം ഇട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം ഇത് ബോട്ട് ഫുള്ളായതിനു ശേഷമേ എല്ലാ സീറ്റും ഫുള്ളായതിനു ശേഷമേ ബോട്ട് അവിടുന്ന് എടുക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5 മിനിറ്റ് അതിനകത്ത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ആളുകളെല്ലാം ഫില്ലായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വിമാനത്താവളത്തിലൊക്കെ ലക്ഷ്യം വെച്ച് ഞങ്ങളുടെ ബോട്ട് പതുക്കെ അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങിയെന്ന് പറയാം.
അമ്പു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അമ്പുവിന് എങ്ങനെയെങ്കിലും വെള്ളത്തിലൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അവൻ അതിനായിട്ടാണ് കുറച്ച് പരിശ്രമിച്ചു. അങ്ങനെ അവൻ പുറത്തെ കാഴ്ചകളും മറ്റു ബോട്ടുകൾ വരുന്നതും ഒക്കെ അവൻ കണ്ട് ആസ്വദിച്ച് അവൻ്റെ ഈ പ്രായത്തിൽ അവൻ മാക്സിമം അവൻ എൻജോയ് ചെയ്യുന്നു. ഞങ്ങളും ഒപ്പം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ബോട്ട് പതുക്കെ നീങ്ങി ഞങ്ങളുടെ ദൂരെ അതുകൊണ്ട് ആ കാണുന്ന ലക്ഷ്യസ്ഥാനം വെച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. പതുക്കെ ഞങ്ങൾ ബോട്ടിന് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു എൻട്രി ഫീസ് ഉണ്ടെന്നാണ് കേട്ടത്. അതിൻ്റെ എത്ര റേറ്റ് ഒന്നും അറിയില്ല. പിന്നെ ഞാനത് ടിക്കറ്റ് എടുക്കാനായിട്ട് മുൻപേ നടന്നു. ആ നടന്ന സമയത്ത് ബാക്കിയുള്ളവരും പതുക്കെ പുറകെ വരുന്നുണ്ട്. എൻട്രി ഫീസ് 30 രൂപയായിരുന്നു കേട്ടോ. അപ്പം മുകളിലെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങി. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.